ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത്ര കാലം എനിക്ക് ഫോണവിടെ. കിട്ടി. ഹലോ ഹലോ, എന്താടി ഈ സമയത്ത്? എന്ത് പറ്റി? ഏയ്, ചുമ്മാ വിളിച്ചതാടി. എല്ലാവർക്കും സുഖമല്ലേ എന്നറിയാനാ. അതൊന്നുമല്ലല്ലോ. എന്താടി, എന്താ കാര്യം? എടി, ഞാനൊരു സ്വപ്നം കണ്ടു. അണ്ണവന് ആക്സിഡന്റ് സംഭവിക്കുന്നതായിട്ട്. അതാ. അവൻ വീട്ടിൽ വന്നോ? ഇല്ല, അവൻ ഇതുവരെ വന്നില്ല. ഋത്തിക്കേട്ട ഇടയ്ക്ക് വെച്ച് വിളിച്ചായിരുന്നു. അവൻ കുറച്ച് കഴിയുമെന്നാ പറഞ്ഞേ. അല്ല, നിനക്കെന്താ അവൻ്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ? അത് നിന്റെ ബ്രദറല്ലേ, അതുകൊണ്ടോ? ഒരു മിനിറ്റ് എടി, അവൻ വന്നു തോന്നുന്നു. ഋത്തിക്കേട്ടാ, ഞാൻ പോയി അവൻ്റെ വാതിൽ തുറന്നെടുത്തിട്ട് വരാം. പോയിട്ടോ. ഇതാരാ? ലാവണ്യോ? എന്താടാ, നീ കുടിച്ചിട്ടാണോ വന്നേ? കുടിക്കേണ്ടി വന്നു. വേറെ ഒന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് ഉറക്കം വരുന്നു. ബൈ. ഹലോ ഹലോ ഹലോ, എന്ത് പറ്റിയടി? അത് എടി, അവൻ കുടിച്ചിട്ടാ വന്നേ. എന്തോ വിഷമമുള്ള പോലെ. ഹലോ ഹലോ, എടി നീ കേൾക്കുന്നില്ലേ? കേട്ടു. പിന്നെ എടി, ഞാൻ നാളെ വിളിക്കാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തേ? ഒന്നുമില്ല. ഏയ്, എന്താണ് നിനക്ക്? ഉറങ്ങാൻ സമ്മതിക്കൂലേ? നീ ഉറങ്ങണ്ടടാ പട്ടി. ഡീ, പോടാ മരപ്പട്ടി. വന്നോ? നിങ്ങളെ വിളിക്കാതിരിക്കായിരുന്നു. വാ, വന്നിരിക്ക്. അവനെവിടെ അമ്മ? അവൻ രാവിലെ തന്നെ കമ്പനിയിലേക്കാണെന്ന് പറഞ്ഞ് പോണുണ്ട്. എവിടേക്കാണെന്ന് അറിയില്ല. അതെന്തിന്? നിങ്ങളിരിക്കും, കഴിക്കാം.
എക്സ്ക്യൂസ് മീ, യെസ്. അഗ്നി സിസ്റ്റർ ഉണ്ട് ഇവിടെ, ഒന്ന് വിളിക്കാവോ? ആ, ഉണ്ട്, വിളിക്കാം. നിങ്ങൾ ആരാണ്? അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. ആ സിസ്റ്റർ, അഗ്നി സിസ്റ്ററിനെ കണ്ടായിരുന്നോ? അഗ്നി, ആ ദേ വരുന്നല്ലോ. ഹായ്. ഏയ്, പോവല്ലടോ, നിക്ക്, ഞാൻ വരട്ടെ. இன்னொரு பெண்ணை சிந்தையிலும் தொட பிரிதோர் பக்கம் மனம் சாயா பிரியம் காப்பே செல்ல கொலுசின் சினங்கள் அணிந்து சேவை செய்வேன் நெற்றி பொட்டில் முத்தம் பதித்து நித்தம் எழுவேன் கை பொருள் யாவையும் கரைத்தாலும் கணக்கு கேளே ஒவ்வொரு வாதமும் முடியும் போதும் உன்னிடம் தோற்பேன் நீ கனியே உன்னை கைவிட மாட்டேன் சத்தியம் சத்தியம் இது சத்தியமே மாலை சூடிய காலை கதிரின் மேலே சத்தியம் சத்தியம் இது சத்தியமே. ഇവരിങ്ങനെ നടക്കട്ടെന്നേ, അത് കാണാൻ ഒരു സുഖമില്ല. പിറകെ നടക്കലും അടിപിടിയുമായൊക്കെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഋത്തിക്കിൻ്റെയും ലാവണ്യയുടെയും ഋഷിയുടെയും ഈശയുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് പിണക്കും ഇച്ചിരി റൊമാൻസും അല്ലല്ല ഒത്തിരി റൊമാൻസായിട്ട് അവരുടെ ലൈഫും അങ്ങനെ കടന്നു. അച്ഛാ, അമ്മ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരാവോ? എന്താടാ വിളിച്ചു കൂവുന്നേ? കാര്യം പറ. നിക്ക്, എല്ലാവരും വന്നല്ലോ, ഇനി കാര്യം പറയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. ആളിനെ നിങ്ങൾക്ക് അറിയാം, പേരഗ്നി. ആര്? ഞങ്ങളുടെ അഗ്നിയോ? ആ, അത് തന്നെ. ഇത് കേട്ടതും എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ ഷോക്കായി. പെട്ടെന്ന് ടപ്പോ എന്ന സൗണ്ട് കേട്ടത്. നോക്കണേ മക്കളെ, ഇഷ ബോധം കിട്ടതാ. കറക്റ്റ് പറഞ്ഞാൽ ചക്ക വെട്ടിയിട്ട പോലെ. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഋഷി ഋഷി എന്ന് പറയും. ഋഷി മാത്രമല്ല, എല്ലാവരും ഈ രംഗം കണ്ട് ചിരിക്കാൻ തുടങ്ങി. ആ, പാവം നമ്മുടെ ഇഷ. ദാ മതി, പോയി വെള്ളം എടുത്തിട്ട് വാ. മോളെ ഇഷേ, എണീക്ക് മോളെ. അയ്യോ അമ്മേ, നിനക്കൊരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നു. ശരി, അവളെന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത് നീ പറയണ്ട, ഞങ്ങൾക്കറിയാം. ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? നിങ്ങളെയും കൊണ്ട് അവിടെ പോകണം, എന്നിട്ട് അവളെ പെണ്ണ് ചോദിക്കണം. ഞങ്ങൾക്കൊന്നും വയ്യ. ഇനി സിസ്റ്റർമാരുടെ കയ്യിൽ നിന്നും കൂടി അടി വാങ്ങാനുള്ളൂ. നീ ഒറ്റയ്ക്ക് മേടിച്ചാൽ മതി. ഒന്നും മിണ്ടായിരിക്കടാ, നമ്മളെല്ലാവരും പോകുന്നു, അത്ര തന്നെ. എല്ലാവരും പോയി റെഡിയായേ. जब से मिला तेरा साया भाया, मुझे हर बार तू भाया लाया, सपने हजार तू लाया, ऐसे ऐसे हाँ ऐसे 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 जैसे. ഇതാരാ? എന്താ ഇവിടെ? സിസ്റ്റർ, ഞങ്ങൾക്കൊരു കാര്യം പറയണം. പേഴ്സണലാണ്, അഗ്നിമോളും കൂടെ വേണം. അവളെന്തിനാ? എന്താ കാര്യം പ്രതാപ? ഇതാണ് ഞങ്ങളുടെ ഇളയ മകൻ അർണവ്. ഞങ്ങളുടെ കമ്പനിയിലെ CEO ആണ്. ഇവന് നമ്മുടെ അഗ്നി ഇഷ്ടമായി. ഇവന് മാത്രമല്ല, ഞങ്ങൾക്കും. അഗ്നി മോളെ ഞങ്ങൾക്ക് തന്നൂടെ? മോളെ, നീ എന്തു പറയുന്നു? അത് അങ്കിള്, ഞാൻ മോളിപ്പോ ഒന്നും പറയണ്ട.
ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. സിസ്റ്ററെ ഒന്ന് വരാമോ? ആ ഇതാ വരുന്നു. മോളെ നീ അകത്ത് പോ, നമുക്ക് അവിടെ ഇരിക്കാം. വാ. സിസ്റ്റർ എന്ത് പറയുന്നു? ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, മോൾക്ക് ഇഷ്ടമാണേ ഇത് നമുക്ക് നടത്താം. ഇഷയും ലാവണ്യ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? സുഖമല്ലേ നിങ്ങൾക്ക്? പിന്നെ പരം സുഖം. സിസ്റ്റർ അമ്മയ്ക്കോ? ഓ സുഖം. പിന്നെന്താ വിശേഷം? അങ്ങനെ അവർ 1, 2, 3 വർത്താനമൊക്കെ പറഞ്ഞെങ്കിൽ ഇരിക്കട്ടെ. ഇവിടെ ഇതെവിടെയാ? കുറെ നേരമായല്ലോ, കാണാനുമില്ല. ആ ഇതേ നിൽക്കുന്നു. നീ താനെന്താ ഇവിടെ നിൽക്കുന്നേ? എടോ, തൻ്റെ ഫാമിലി പൊള്ളിയാണ്. എനിക്കിങ്ങനെ ജീവിച്ച ശീലമില്ല. എനിക്ക് ചിലപ്പോഴൊക്കെ അസൂയ തോന്നും തന്നോട്. പക്ഷേ താൻ ഇപ്പൊ ഒന്നും പറയണ്ട. ഇമോഷനായി എടുക്കുന്ന തീരുമാനം ശരിയാവാറില്ല. എടാ മതി, മോൾക്ക് സമാധാനം കൊടുക്ക്. മോളെ ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി ആൻറ്റി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ 1 മാസത്തോളമായി. അഗ്നിക്ക് ഇതിനിടെ അർണവിനോട് ഇഷ്ടമൊക്കെ തോന്നിയെങ്കിലും, തോന്നിയെന്നല്ല, ഇഷ്ടമാണ്. പക്ഷേ അവളുടെ മനസ്സിലെ ആശങ്ക തുറന്നു പറയാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ നമ്മുടെ അർണവ് അവളെ ഒരു കഫേയിലോട്ട് വിളിച്ചിരിക്കുകയാണ്. അതേ തുടർന്ന് അവൾ അവിടേക്ക് പോവുകയാണ്. എന്താ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? നിനക്കറിയില്ലേ ഞാൻ എന്തിനാ വിളിച്ചേന്ന്? നോക്കണ്ട, എനിക്ക് മതിയായി. ഞാനിത് നിർത്താൻ തീരുമാനിച്ചു. നീ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തേ, നിനക്കൊന്നും പറയാനില്ലേ? ശരി, പറയണ്ട, ഞാൻ പോണു. എടോ, എന്തിനാ കരയുന്നേ? I love you.